ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ ഇസ്രായേൽ ജനം ഹായ് പട്ടണം പിടിച്ചടക്കുവാനായിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഹായ് പട്ടണം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു ടാർഗറ്റ് ആണ്. ഹായ് പട്ടണം പിടിച്ചടക്കുന്നതിന് മുൻപ് അവര് എരിഹോ മതിൽ തകർത്ത് എരിഹോ പട്ടണം പിടിച്ചെടുത്തു. അത് വലിയ ഒരു ടാർഗറ്റ് ആയിരുന്നു. എന്നാൽ ഹായ് പട്ടണം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അവർക്കത് പിടിച്ചടക്കാൻ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം തീരുമാനിക്കുകയാണ്, എല്ലാ ആൾക്കാരും പോകണ്ട, 2000-ഓ 3000-ഓ ആൾക്കാർ പോയാൽ മതി, ഹായ് പട്ടണം പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവര് ഹായ് പട്ടണം പിടിച്ചടക്കുവാനായിട്ട് പോകുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ഈ യുദ്ധത്തില് പരാജയപ്പെടുന്നതായിട്ടും അവരിൽ നിന്ന് 36 പേര് ഈ യുദ്ധത്തില് ശത്രുവിന്റെ കയ്യാല് കൊല്ലപ്പെടുന്നതായിട്ടും നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉടൻ തന്നെ യോശുവയ്ക്ക് മനസ്സിലാകുന്നു, ഇസ്രായേലിൽ എന്തോ പാപം സംഭവിച്ചിട്ടുണ്ട്, യഹോവയുടെ കരം ഇസ്രായേൽ ജനത്തിന്റെ മേലില്ല, അതുകൊണ്ടാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതെന്ന് യോശുവ മനസ്സിലാക്കുന്നു. യോശുവ സമാഗമന കൂടാരത്തിൽ പെട്ടകത്തിന്റെ മുൻപിൽ വന്ന് കവിണ്ണു വീണ് തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് കവിണ്ണു വീണ് ദൈവസന്നിധിയിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യഹോവയായ ദൈവം യോശുവയോട് അരുളി ചെയ്യുകയാണ്, ഇസ്രായേലിൽ ഒരു പാപം സംഭവിച്ചു, ഒരു ശാപവസ്തു എടുത്ത് ഇസ്രായേൽ പാളയത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു, അത് അവർക്ക് ശാപ കാരണമായി എന്ന് യഹോവയായ ദൈവം യോശുവയോട് അരുളി ചെയ്യുന്നത് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ യോശുവ ആ ശാപവസ്തു കുഴിച്ചിട്ട മനുഷ്യനെ കണ്ടുപിടിക്കുന്നു, അത് ആഖാനാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുള്ള പ്രതിവിധികൾ ചെയ്യുമ്പോഴേക്കും ശാപം ഇസ്രായേലിനെ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ യഹോവയായ ദൈവം പറയുകയാണ്, ഒരു ശാപം നിങ്ങളുടെ മേല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുവിന്റെ മുൻപിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. കുഴിച്ചിടപ്പെട്ട പാപം എപ്പോഴും ശാപ കാരണമായി മാറാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തില് ഏറ്റുപറയാത്ത പാപങ്ങൾ, ഒളിപ്പിച്ചു വച്ച പാപങ്ങൾ, കുഴിച്ചിടപ്പെട്ട പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ശാപ കാരണമായി തീരും. അങ്ങനെ ഉള്ള പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നെങ്കിൽ അത് പുറത്തെടുത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഈ പാപം ശാപകാരണമായി മാറും. ശത്രുവിന്റെ മുൻപിൽ നമുക്ക് നിവർന്നു നിൽക്കുവാനായിട്ട് സാധിക്കയില്ലെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സാത്താനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഏറ്റുപറയാത്ത കുഴിച്ചിടപ്പെട്ട പാപമുണ്ടെങ്കിൽ സാത്താനോടുള്ള യുദ്ധത്തിൽ നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല. നമ്മൾ ശത്രുവിനോട് പരാജയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. ഏറ്റുപറയാത്ത പാപങ്ങൾ, ദൈവസന്നിധിയിൽ റിപ്പന്റ് ചെയ്യാത്ത പാപങ്ങൾ, കുഴിച്ചിടപ്പെട്ട പാപങ്ങൾ ശാപ കാരണമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അവയെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.